അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ ഉപ്പമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും ഇരുലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ മക്കളെല്ലാം അനുഗ്രഹിക്കട്ടെ. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് അല്ലാഹു ഖൈറായ മക്കളെ കൊടുക്കുമാറാവട്ടെ. ഒരുപാട് പേര് വിവാഹപ്രായമെത്തിയിട്ട് നമ്മുടെ പേരക്കുട്ടികളിൽ ഒരുപാട് പേര് വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നവരുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ഖൈറായ ഇണകളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഉസ്താദെ പ്രത്യേകം ദുആ രക്കണം. നാളെ ഞായറാഴ്ച എൻ്റെ മകളുടെ കല്യാണമാണ്. അതുപോലെ തന്നെ തിങ്കളാഴ്ച മകളുടെ കല്യാണമാണ്. ഈ വരുന്ന ആഴ്ച കല്യാണമാണ്. കഴിഞ്ഞ ആഴ്ച കല്യാണം കഴിഞ്ഞു. ഉസ്താദ് ദുആ രക്കണം. ഇങ്ങനെ കമൻറ്റിലൂടെ ഒരുപാട് പേര് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നേരിട്ട് കണ്ട് പറയുന്നവരുണ്ട്. അല്ലാഹു തആല വിവാഹങ്ങൾ നടക്കുന്ന എല്ലാ ദമ്പതിമാരുടെയും അവരുടെയൊക്കെ കുടുംബജീവിതത്തിൽ അല്ലാഹു സ്വസ്ഥതയും സമാധാനവും റാഹത്തും എല്ലാവിധ നന്മയും അല്ലാഹു തആല എല്ലാവിധ ഇണക്കവും അല്ലാഹു തആല കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കല്യാണങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വലിയ സന്തോഷമാണ് അല്ലേ? ഇന്നിപ്പോൾ കല്യാണവുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യമാണ് പ്രയാസത്തിൽ. ഒന്നാമത്തേത് ചെറുക്കന് പറ്റിയ പെണ്ണിനെ കിട്ടുന്നില്ല, പെണ്ണിന് പറ്റിയ ചെറുക്കനെ കിട്ടുന്നില്ല. ഇനി അതൊക്കെ കിട്ടിയാൽ തന്നെ എന്ത് കിട്ടുന്നില്ല? ഓഡിറ്റോറിയം കിട്ടുന്നില്ല. ഇപ്പോൾ പുതിയൊരു ചൊല്ല് വരുന്നുണ്ട്. ഒരു കുട്ടി ഉണ്ടായാൽ വിവാഹപ്രായമെത്തിയാൽ ആദ്യം വരനെയോ വധുവിനെയോ അല്ല തിരയേണ്ടത്, ആദ്യം ഓഡിറ്റോറിയം തിരയണമെന്ന്. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഒരു പ്രമുഖ മലയാള പത്രത്തിൽ വന്നത് ഓഡിറ്റോറിയങ്ങൾ കിട്ടാനില്ല, വിവാഹങ്ങൾ വൈകുന്നു. അതായത് വീടുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ഒരു 1-2 സെൻറ്റ് അല്ലെങ്കിൽ 3-4 സെൻറ്റിലാണ് വീട് വെക്കുന്നത്. അവിടെ കല്യാണം നടത്താൻ സ്ഥലമില്ല. അതുകൊണ്ട് ഓഡിറ്റോറിയങ്ങളാണ് ആശ്രയിക്കുന്നത്. ഓഡിറ്റോറിയങ്ങൾ മുഴുവൻ ഇപ്പോൾ വെക്കേഷൻ ടൈമാണ്. അതുപോലെ തന്നെ റമദാനിന് മുമ്പ് നിശ്ചയങ്ങൾ വെച്ചിട്ടുള്ളത്, ഇപ്പോഴാണ് അതിൻ്റെ പരിപാടികളൊക്കെ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓഡിറ്റോറിയങ്ങൾ കിട്ടാനില്ല. അപ്പോൾ വലിയ പ്രയാസത്തിലൂടെ, ഒരു പ്രതിസന്ധിയിലൂടെയാണ് ഇന്നത്തെ സമൂഹം കടന്നു പോകുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ ഞായറാഴ്ച തന്നെ കല്യാണം വെക്കേണ്ടതുണ്ടോ ഉസ്താദെ? അങ്ങനെ ഒന്നുമില്ല. പരിശുദ്ധമായ ഇസ്ലാം അനുസരിച്ച് ദീനിൽ പറയുന്നത് കല്യാണം ഏറ്റവും നല്ല ദിവസം എന്ന് പറഞ്ഞാൽ അത് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച നിക്കാഹ് നടത്തി വെള്ളിയാഴ്ച കല്യാണം വെക്കുക, അത് വളരെ വലിയൊരു ബർക്കത്തിൻ്റെ ഒരു ദിവസമാണെന്നാണ്. പക്ഷെ നമ്മളൊക്കെ അങ്ങനെയൊന്നും ചെയ്യാറില്ല. നമ്മളൊക്കെ എല്ലാ ഞായറാഴ്ച, കാരണം എല്ലാവർക്കും പൊതു അവധി ആയതുകൊണ്ട് എല്ലാവരും ഞായറാഴ്ചയാണ് ആശ്രയിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഞായറാഴ്ചകളിൽ നമുക്ക് ഓഡിറ്റോറിയങ്ങൾ കിട്ടാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ തിങ്കളാഴ്ച വെക്കുന്നവരുണ്ട്, ചിലപ്പോൾ ചൊവ്വാഴ്ച കല്യാണം വെക്കുന്നവരുണ്ട്, അതുപോലെ ബുധൻ വ്യാഴം എല്ലാ ദിവസവും ഇപ്പോൾ കല്യാണം വെക്കുന്നവരുണ്ട്. അപ്പോൾ ഏത് ദിവസം കല്യാണം വെച്ചാലും അതിൽ ബർക്കത്ത് വേണമെങ്കിൽ കല്യാണ ആർഭാടങ്ങൾ ഒഴിവാക്കി അതിൽ നമ്മൾ പറയേണ്ട മര്യാദകൾ പാലിച്ച് ദീനിയായ കല്യാണം നടത്തിയാൽ അതിലൊക്കെ വലിയ ബർക്കത്തുണ്ടാകും. ഇനിയിപ്പോൾ വെള്ളിയാഴ്ച കല്യാണം കൊണ്ടുവച്ചു, നിക്കാഹ് നടത്തുന്നത് പള്ളിയിലാണ്, പക്ഷേ കല്യാണത്തിൽ ഒരുപാട് അനാചാരങ്ങളും ഒരുപാട് വേണ്ടാത്തരങ്ങളൊക്കെ കാണിച്ചാൽ അതിലൊരു ബർക്കത്തുണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ കല്യാണങ്ങൾ ബർക്കത്തുള്ള കല്യാണങ്ങളായി മാറണം. അല്ലാഹു തആല ഈ കല്യാണങ്ങൾ നടക്കുന്ന നവദമ്പതിമാർ എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്ത് കൊടുക്കട്ടെ. മക്കള് കല്യാണം നടക്കാതെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ അല്ലാഹു തആല എല്ലാവർക്കും ഖൈറായ ഇണകളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദ്വാരക്കും. ഒരുപാട് പേര് രോഗികളാണ്, രോഗങ്ങൾ മാറാൻ വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. കച്ചവടത്തിൽ ബർക്കത്തുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാ കാര്യത്തിനും വേണ്ടി നമ്മൾ ദ്വാരക്കുന്നുണ്ട്. അതിനു മുമ്പ് ആ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ നമുക്ക് കുറച്ച് ദിക്റും സ്വലാത്തും തസ്ബീഹൊക്കെ ചൊല്ലാം. അല്ലാഹു തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കട്ടെ. ആമീൻ. നമ്മളെല്ലാം മുസ്ലിമായി ജനിച്ചവരാണ്, മുസ്ലിമായി ജീവിക്കുന്നവരാണ്. മരിക്കുന്ന സമയത്തും മുസ്ലിമായി കെലിമ ചൊല്ലി നമുക്ക് മരിക്കാൻ പറ്റണം. അതിനെന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഇബാദത്തുകളൊക്കെ കൃത്യമാക്കുക, നല്ലവണ്ണം ദുആ ചെയ്യുക, തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിൽക്കുക. എങ്ങനെയാ ദുആരക്കേണ്ടത്? നമ്മുടെ ആഖിബത്ത്, നമ്മുടെ അവസാനം നന്നാവാൻ എങ്ങനെ ദുആരക്കണം? നമുക്ക് മഹ്തുക്കൾ പഠിപ്പിക്കുന്ന ഒരു ദുആയാണ് അല്ലാഹുമ്മ തവഫനി മുസ്ലിമൻ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവേ, എന്നെ നീ മരിപ്പിക്കുമ്പോൾ, എനിക്ക് മരണം തരുമ്പോൾ എനിക്ക് നീ എന്ത് ചെയ്യണം? ഹിദായത്ത് നൽകണം. എന്നെ ഇസ്ലാമിലാക്കി മുസ്ലിമാക്കി നീ മരിപ്പിക്കണം. വ അൽഹിഖ്നി ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളോടൊപ്പം തന്നെ നീ എന്നെ ഒരുമിച്ച് ചേർക്കണം. ഇതാണ് ആ ദുആ. നമുക്കൊന്ന് പറഞ്ഞാലോ? ഇത് ഇങ്ങനെ ദിക്റിന്റെ മജ്‌ലിസിൽ മാത്രം പറയേണ്ട ദുആയല്ല. നമ്മൾ എപ്പോഴൊക്കെ നമസ്കാരങ്ങൾക്ക് ശേഷം ദുആരക്കുന്നു ആ സമയത്തൊക്കെ ഈ ദുആ നമുക്ക് പറയാം. നമുക്കൊന്ന് പറഞ്ഞാലോ? اللهم توفني مسلما والحقني بالصالحين 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 اللهم
اللهم توفني مسلما وألحقني بالصالحين 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 നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ രോഗികളാണ്. അല്ലാഹു തആല എല്ലാവരുടെയും രോഗങ്ങൾ, എല്ലാവരുടെയും ദുഃഖങ്ങൾ, പ്രശ്നങ്ങൾ, സങ്കടങ്ങൾ അല്ലാഹു മാറ്റി കൊടുക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻ്റായി രോഗങ്ങളുടെ കാര്യം പറയുന്നു. പല ടെസ്റ്റുകളും നടന്നു, ശരീരത്തിൽ പല മുഴകളുണ്ട്, അതുപോലെ കുരുക്കൾ വന്നിരിക്കുന്നു, അതുപോലെ ശാരീരികമായ അസ്വസ്ഥതകളുണ്ട്, എല്ലാം മാറി സലാമത്താവാൻ ഉസ്താദ് പ്രത്യേകം ദുആ രക്കണമെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെയും നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെയും രോഗങ്ങൾക്ക് അല്ലാഹു തആല ശമനം തരണം. അതിന് പറ്റിയൊരു ദുആയുണ്ട്, നമുക്കൊന്ന് പറഞ്ഞാലോ? അല്ലാഹുമ്മ ഇശ്ഫി അംറാലന വ അംറാലമൻ ഔസ്വാന. അല്ലാഹുവേ, ഞങ്ങളുടെ രോഗവും ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് പറഞ്ഞ എല്ലാവരുടെയും രോഗങ്ങളെ നീ ശിഫയാക്കണേ, ഷാഫിയായ അല്ലാ എന്നർത്ഥം വരുന്ന ദുആയാണ്. പറഞ്ഞു, اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض
اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. ഇനി ഒരു ഇസ്മ പറഞ്ഞാലോ? ഏതാണ് ആ ഇസ്മ? അതായത് നമ്മുടെ കാഴ്ച ശക്തി, കേൾവി ശക്തി അതൊക്കെ അധികരിക്കാൻ, അതായത് കാഴ്ച നമുക്ക് കിട്ടാൻ, കേൾവി ശക്തി കിട്ടാൻ, കണ്ണുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, ചെവിയുമായി ബന്ധപ്പെട്ട് ഈ ചെവിയിൽ ബാലൻസ് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. അപ്പോൾ നമ്മുടെ തലയുമായി നമ്മുടെ ശാരീരിക അസ്വസ്ഥതകൾ മുഴുവൻ മാറാനുള്ള നമുക്ക് ഒരു 3 ഇസ്മുകൾ, അള്ളാഹുവിൻ്റെ 3 ഇസ്മുകൾ ചേർത്ത് നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം. യാ ബസീറു യാ സമീഉ യാ ഷാഫി യാ അല്ലാഹ് 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 യാ ബസീറു യാ സമീഉ യാ ഷാഫി യാ അല്ലാഹ്. ഇസ്തിഗ്ഫാറുകൾ എത്ര പറഞ്ഞാലും അതിനൊക്കെ നേട്ടം കിട്ടിക്കൊണ്ടേയിരിക്കും. പലരും പറയാറുണ്ട്, ഉസ്താദേ പൈസ കിട്ടുന്നില്ല, പൈസ ഒരുപാട് കടം കൊടുത്തിട്ടുണ്ട്, തിരിച്ചു കിട്ടുന്നില്ല. അതുപോലെ തന്നെ പിന്നെ ശമ്പളം കൃത്യമായി കിട്ടുന്നില്ല, ശമ്പളം മുടങ്ങിക്കിടക്കുകയാണ്. അതുപോലെ ഒരുപാട് കടങ്ങളുണ്ട്. ഇങ്ങനെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് പറയുന്നവരുണ്ട്. വീട് പണി തുടങ്ങിയിട്ട് മുടങ്ങിപ്പോയി, അതുപോലെ മകളുടെ കല്യാണമൊക്കെ വരുന്നുണ്ട്, പക്ഷേ സാമ്പത്തികമായ പ്രയാസത്തിലാണ്. ഇങ്ങനെ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, സാമ്പത്തികമായ ബുദ്ധിമുട്ട് കൊണ്ട് പ്രതിസന്ധിയിലായ ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ ഒരു പരിഹാരമാണ് ഇസ്തിഗ്ഫാർ. നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു ഇസ്തിഗ്ഫാർ, അത് നമ്മുടെ ഇസ്തിഗ്ഫാർ പറയുമ്പോൾ നമ്മുടെ തെറ്റുകൾ അല്ലാഹു പുറത്തു തരും, നമ്മുടെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരും, നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രത്യേകിച്ച് ശാരീരികമായ രോഗങ്ങൾ, അതുപോലെ തന്നെ സാമ്പത്തികമായ ബുദ്ധി എല്ലാം മാറാൻ ഒരൊറ്റമൂലിയാണ് ഈ എന്ന് പറഞ്ഞാൽ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇസ്തിഗ്ഫാർ എല്ലാവർക്കും ഒന്നിച്ചെന്ന് പറഞ്ഞാലോ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി
അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി. അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ അതിപ്രധാനപ്പെട്ട ഒരു ഇസ്മുണ്ട്. അത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഇസ്മാണ്. പക്ഷെ അത് വല്ലപ്പോഴും പറയേണ്ടതല്ല. എല്ലാ ദിവസവും സ്ഥിരമായി നമുക്ക് പറയാൻ പറ്റിയാൽ ഒരുപാട് നേട്ടങ്ങൾ അള്ളാഹു തആല തരും. അള്ളാഹുവിൻ്റെ രാജാധികാരത്തെ പിടിച്ചിട്ട് നമ്മൾ ചോദിക്കുന്ന ഒരു ഇസ്മാണത്. അള്ളാഹുവേ, ഈ ഇസ്മ പറഞ്ഞിട്ട് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരണം, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ മുറാദുകൾ ഹാസിലാക്കി തരണേ എന്നും കൂടി നമുക്ക് ഇൻഷാ അല്ലാഹ് ദ്വാരക്കണം. എങ്ങനെയാണ് അങ്ങനെ ദ്വാരക്കേണ്ടത്? ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഇസ്മും പറയണം, നമ്മുടെ ആവശ്യങ്ങളും ചോദിക്കണം. യാ മാലിക്കൽ മുൽക്കി അദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് اللهم اقض حاجاتنا يا قاضي الحاجات يا مالك الملك يا ذا الجلال والإكرام يا الله اللهم اقض حاجاتنا يا قاضي الحاجات يا مالك الملك يا ذا الجلال والإكرام يا الله اللهم اقض حاجاتنا يا قاضي الحاجات يا مالك الملك يا ذا الجلال والإكرام يا الله اللهم اقض حاجاتنا يا قاضي الحاجات يا مالك الملك يا ذا الجلال والإكرام يا الله اللهم اقض حاجاتنا يا قاضي الحاجات يا مالك الملك يا ذا الجلال والإكرام يا الله اللهم اقض حاجاتنا يا قاضي الحاجات يا مالك الملك يا ذا الجلال والإكرام يا الله اللهم اقض حاجاتنا يا قاضي الحاجات يا مالك الملك يا ذا الجلال والإكرام يا الله اللهم اقض حاجاتنا يا قاضي الحاجات يا مالك الملك يا ذا الجلال والإكرام يا الله اللهم اقض حاجاتنا يا قاضي الحاجات يا مالك الملك يا ذا الجلال والإكرام يا الله اللهم اقض حاجاتنا يا قاضي الحاجات يا مالك الملك يا ذا الجلال والإكرام يا الله اللهم اقض حاجاتنا يا قاضي الحاجات يا مالك الملك يا ذا الجلال والإكرام يا الله اللهم اقض حاجاتنا يا قاضي الحاجات يا مالك الملك يا ذا الجلال والإكرام يا الله
اللهم قض حاجاتنا يا قاضي الحاجات يا مالك الملك يا ذا الجلال والإكرام يا الله اللهم قض حاجاتنا يا قاضي الحاجات يا مالك الملك يا ذا الجلال والإكرام يا الله اللهم قض حاجاتنا يا قاضي الحاجات. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഒരുപാട് നിഅമത്ത് തന്നിട്ടുണ്ടല്ലേ, അനുഗ്രഹം. ഒന്ന് എണ്ണി നോക്കിയേ. നമുക്ക് വീട്, ആ വീട്ടിൽ തന്നെ എത്രയോ സൗകര്യങ്ങൾ നമുക്ക് തന്നു. നമ്മുടെ ശരീരം, നമ്മുടെ കൈ, നമ്മുടെ കാല്, നമ്മുടെ കണ്ണ്, നമ്മുടെ വാഹനം, നമ്മുടെ വീട്, നമുക്ക് ശ്വസിക്കാൻ വായു, അല്ലേ, ഒരു പ്രയാസവുമില്ല. ഇങ്ങനെ ഒരുപാട് എണ്ണാൻ തുടങ്ങിയാൽ ഒരുപാട് എണ്ണാനുണ്ട്. ഒരുപാട് നിഅമത്ത് പടച്ചോൻ നമുക്ക് ഓരോരുത്തർക്കും തന്നിട്ടുണ്ട്. നമ്മുടെ മക്കൾ, നമ്മുടെ ജോലി, എല്ലാം അല്ലാഹു തആല തന്ന അനുഗ്രഹമാണ്. ഈ അനുഗ്രഹങ്ങളൊക്കെ നിലനിന്ന് കിട്ടണം, നഷ്ടപ്പെട്ടു പോകരുത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നല്ലവണ്ണം ദുആ രക്കണം. നമുക്ക് അല്ലാഹു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ നിലനിന്ന് കിട്ടാനും ഇനിയും ഒരുപാട് നിഅമത്തുകൾ കിട്ടാനും ഇപ്പോൾ ഈ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോവാതിരിക്കാനും വേണ്ടിയുള്ള മഹത്തുക്കൾ പഠിപ്പിച്ച ഒരു ദുആ, അതൊരു ദുആയാണ്, ദിക്റാണ്. ഏത് ഗണത്തിൽ നമുക്ക് പെടുത്താം? ഏതാണത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇസ്തിഗ്ഫാറും ഹംദും ചേർത്ത് പറയണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വ സ്തുതികളും അല്ലാഹുവേ നിനക്കാണ്. അതുപോലെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ചെയ്തു പോയ തെറ്റുകൾ പൊറുത്തപ്പെട്ട് തരണേ അല്ലാ, ഞാൻ ചെയ്ത തെറ്റുകൾ കൊണ്ട് എനിക്ക് തന്നിട്ടുള്ള നിഅമത്ത് നീ എടുത്തു കളയല്ലേ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കൊന്നത് പറഞ്ഞാലോ? മനസ്സറിഞ്ഞ് മനസ്സിൽ തട്ടി പറഞ്ഞോ. അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള നിഅമത്തുകൾ നിലനിൽക്കണം, അതുപോലെ തന്നെ ഒന്നും നഷ്ടപ്പെടരുത്, ഇനിയും ഒരുപാട് നിഅമത്ത് കിട്ടണം. പറഞ്ഞോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം. 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 അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം. അൽഹംദുലില്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ദിക്റിൻ്റെ, സ്വലാത്തിൻ്റെ, ഇസ്മുകളുടെ, ഇസ്തിഗ്ഫാറിൻ്റെ മജ്ലിസ് അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഈ പറഞ്ഞതിൽ, ചൊല്ലിയതിലൊക്കെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ, നമ്മുടെ ഈമാനിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, നമ്മുടെ ചൊല്ലിയതിൽ എന്തെങ്കിലും ഒരു തഖ്വയുടെ പോരായ്മ ഉണ്ടെങ്കിൽ അല്ലാഹു തആല പരിഹരിച്ച് നമ്മളിൽ നിന്നും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി നമ്മൾ മൊത്തത്തിൽ ദുആരക്കുന്നു. അല്ലാഹു തആല നമ്മുടെ ദുആയിനെ സ്വീകരിക്കുമാറാവട്ടെ. ഇന്നത്തെ മജ്ലിസിൽ പ്രത്യേകം ഉസ്താദ് ദുആരക്കണമെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കും വേണ്ടി നമ്മൾ ദുആരക്കുകയാണ്. അപ്പോൾ ദുആക്ക് മുമ്പ് നമുക്ക് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ് അതൊക്കെ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار لا إله إلا أنت سبحانك إني كنت من الظالمين ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما رب ارحمهما كما ربياني صغيرا അർഹമുർ റഹീമീനായ കരുണയുള്ള റബ്ബേ, അല്ലാഹുവേ, രാജാതിരാജനായ റഹ്മാനെ, ഞങ്ങളെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഈ മജ്ലിസിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ആമീൻ പറയുന്ന മജ്ലിസാണ്, ദിക്ർ ചൊല്ലിയ മജ്ലിസാണ്. അല്ലാഹുവേ, നിന്റെ വിശുദ്ധമായ ഖുർആനിലെ ദുആകൾ പറഞ്ഞ മജ്ലിസാണ്. അല്ലാഹുവേ, നിന്റെ മുത്ത് ഹബീബിന് വേണ്ടി സ്വലാത്തുകൾ ചൊല്ലിയ മജ്ലിസാണ്. നീ ഖബൂലാക്കണേ അല്ലാ. പരിപൂർണമായ പ്രതിഫലം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ എല്ലാവിധ നിഅമത്തുകളും നൽകണേ അല്ലാ. നിഅമത്തുകൾ തടയല്ലേ റബ്ബേ. ചെയ്തുപോയ തെറ്റുകളുടെ പേരിൽ അല്ലാഹുവേ, നീ തരുന്ന അനുഗ്രഹങ്ങൾ നിർത്തിക്കളയല്ലേ റഹ്മാനെ. ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയവരാണ് ജീവിതത്തിൽ. അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി ഒരുപാട് അബദ്ധങ്ങൾ തെറ്റുകൾ പറ്റിയവരാണ്. ഞങ്ങൾ ഏറ്റുപറയുന്നു റഹ്മാനെ, ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ ഭർത്താക്കന്മാർ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയി ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ, അഭിമാനം നൽകണേ അല്ലാ. ലോക മുഅ്മിനീങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ വാപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, പലരും ഖബറിലാണ്. ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും മരിച്ച് ഖബറിലേക്ക് ചെല്ലാനുള്ളവരാണ്. ഞങ്ങളുടെ ഖബറും നീ വിശാലമാക്കി തരണേ റഹ്മാനേ. അല്ലാഹുവേ, പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഓരോ ആളുകൾക്കും എന്തെല്ലാം പ്രയാസങ്ങൾ പ്രശ്നങ്ങളുണ്ടെന്ന് നിനക്കറിയാം അല്ലാ. എല്ലാം നീ മാറ്റിത്തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സങ്കടങ്ങൾ ദൂരീകരിക്കണേ അല്ലാ. പ്രശ്നങ്ങൾക്ക് പരിഹാരം തരണേ അല്ലാ. ഞങ്ങളുടെ മനസ്സിന്റെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ വേദനകളും വിഷമങ്ങളും രോഗങ്ങളും നീ മാറ്റി സലാമത്ത് തരണേ അല്ലാ. അല്ലാഹുവേ, ഈ മജ്ലിസ് കാണുന്ന ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് മുഅ്മിനീങ്ങൾ അല്ലാഹുവേ, പലരും ഹോസ്പിറ്റലുകളിൽ കഴിയുകയാണ്, വീടുകളിൽ കഴിയുന്ന രോഗികളായി. എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാ. പലർക്കും പലവിധത്തുള്ള ശാരീരികമായ മാനസികമായ ബുദ്ധിമുട്ടുണ്ട്. എന്തെല്ലാം ആർക്കെല്ലാം ഉണ്ടെന്ന് നിനക്കറിയാം. നീയാണ് രോഗം തരുന്നവൻ, നീയാണ് ഷാഫിയായവൻ റബ്ബേ. ഷാഫിയായ അല്ലാ, രോഗങ്ങൾക്ക് നീ ശിഫാ തരണേ അല്ലാ. ശരീരത്തിന് ആഫിയത്തും ആരോഗ്യവും ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. പ്രത്യേകിച്ച് ഞങ്ങളുടെ വീഡിയോകൾ കാണുന്ന, വീഡിയോകൾക്ക് താഴെ കമന്റായി ദുആ വസിയത്ത് പറയുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്.
അല്ലാഹുവേ ആ മുഅ്മിനീങ്ങളുടെ പേര് വിവരങ്ങൾ നിനക്കറിയാം. ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറയുന്നു എന്ന് നിനക്കറിയാം, എഴുതുന്നു നിനക്കറിയാം. റഹ്മാനെ, അവരുടെ എല്ലാവരുടെയും എല്ലാ ദുഃഖങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളും ദൂരീകരിക്കണേ അല്ലാ. മനസ്സിന്റെ മുറാദ് അവരുടെയും ഞങ്ങളുടെയും ഹസിലാക്കി തരണേ അല്ലാ. വേദനകൾ വിഷമങ്ങൾ മാറ്റിത്തരണേ അല്ലാ. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. കടക്കാരായി ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. കടങ്ങളുള്ളവരുടെ ആ കടങ്ങൾ വീട്ടാനുള്ള എളുപ്പവഴി നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ. സാമ്പത്തികമായ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് ആളുകൾ ജോലിയില്ലാതെ വിഷമിക്കുന്നു, ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് പേര് വീടില്ലാതെ വിഷമിക്കുന്നു, വീട് പണി നടക്കുന്നവരുണ്ട്, എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ സങ്കടപ്പെടുന്നവരുണ്ട്, വിവാഹം ശരിയാക്കി എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. വിവാഹം നിശ്ചയിച്ചു വെച്ചവർക്ക് നീ ഖൈർ കൊടുക്കണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് തന്നിട്ടുള്ള മക്കളെ നീ നന്നാക്കി തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മക്കള് ഒരുപാട് പഠിക്കുന്നവരാണ്, പരീക്ഷകൾ എഴുതിയവരാണ്, ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ. റഹ്മാനായ അല്ലാ, റഹീമായ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മജ്ലിസിന്റെ താഴെ ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറയുന്നു എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ വീടുകളിൽ കുടുംബങ്ങളിൽ നീ ഐശ്വര്യം തരണേ അല്ലാ. സ്വസ്ഥതയും സമാധാനവും തരണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ. വഴിതെറ്റി പോകുന്ന കാലമാണ് അല്ലാഹുവേ, മോശത്തരങ്ങൾ അധികരിക്കുന്ന കാലമാണ്. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും എല്ലാ വിധത്തിലുള്ള ദുർപ്രവർത്തനങ്ങളെ തൊട്ടും അല്ലാഹുവേ, മോശത്തരങ്ങളെ തൊട്ടും കാക്കണേ അല്ലാ, രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ഈ വർഷം ഞങ്ങളുടെ കൂട്ടത്തിൽ ഹജ്ജിന് പോകുന്ന ഒരുപാട് ഹാജിമാരുണ്ട്. അല്ലാഹു അവർക്ക് ഹജ്ജും ഉംറയും സിയാറത്തും മഖ്ബൂലും മബ്റൂറുമായി ചെയ്യാനുള്ള അവസരം കൊടുക്കണേ അല്ലാ. ഒരുപാട് പേർക്ക് ഹജ്ജ് മുടങ്ങി പോകുമെന്ന് ഭയപ്പെടുകയാണ് റബ്ബേ, നീ കാക്കണേ അല്ലാ. ഞങ്ങൾക്ക് എല്ലാവർക്കും അല്ലാഹുവേ നിനക്ക് പൊരുത്തപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് അവസാനം മുഅ്മിനായി മരണപ്പെടാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. എവിടെ വെച്ചാണ് മരിക്കുക, എങ്ങനെയാണ് മരിക്കുക, എപ്പോഴാണ് മരിക്കുക എന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല റബ്ബേ. മരിക്കുന്ന സമയത്ത് റബ്ബേ ഞങ്ങൾക്ക് കലിമ ചൊല്ലി മരിക്കാനുള്ള അവസരം തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ഈമാൻ നഷ്ടപ്പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, എല്ലാവിധത്തിലുള്ള കാവലും നീ തരണേ അല്ലാ. മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ കച്ചവടങ്ങൾ, ബിസിനസ് എല്ലാത്തിലും നീ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ. അഭിമാനം തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, അസൂയാലുക്കളുടെ അസൂയത്തൊട്ട് കാക്കണേ അല്ലാ. സിഹർ വെക്കുന്ന സാഹചര്യങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. കണ്ണീർ വെക്കുന്ന ആയിനീങ്ങളുടെ ഐനിനെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, നാവ് ദോഷങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. എല്ലാവിധത്തിലുള്ള പൈശാചികമായ എല്ലാ ഉപദ്രവങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ കച്ചവടം, ഞങ്ങളുടെ വീട്, വാഹനം എല്ലാത്തിനെയും നീ സംരക്ഷിക്കണേ അല്ലാ. ഈ മജ്ലിസ് ഖബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവൻ, അർഹമായ പ്രതിഫലം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. അൽഹംദുലില്ലാ, നമ്മുടെ മജ്ലിസ് അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും. എല്ലാവരും കഴിയുന്നത് പോലെ പങ്കെടുക്കുക, മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു ഖബൂലാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.